ഹലോ എവ്രി വൺ, വെൽക്കം ടു ട്യൂട്ടോറിയം ഓൺലൈൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാറ്റ് എന്ന് പറഞ്ഞൊരു എക്സാമിനെ പറ്റിയാണ്. ഓക്കെ, +1 +2 ശേഷം നിങ്ങൾ നിയമം അല്ലെങ്കിൽ ലോ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു പരീക്ഷയാണ് ക്ലാറ്റ്. ഓക്കെ, ഇന്ത്യയിലെ തന്നെ നാഷണൽ ലോ സ്കൂൾസിലേക്ക് നിങ്ങൾക്ക് എത്താൻ വേണ്ടിയുള്ള ഒരു പരീക്ഷയാണ് ക്ലാറ്റ്. അപ്പൊ നമുക്ക് ഈ ക്ലാറ്റിനെ പറ്റി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്താലോ? ഓക്കെ, സോ എന്താണ് ബേസിക്കലി ക്ലാറ്റ്? യു ജിക്കും പി ജിക്കും വേണ്ടി പറ്റും, പക്ഷെ ഇന്ന് നമ്മളിവിടെ സ്പെസിഫിക്കലി ഡീൽ ചെയ്യാൻ പോകുന്നത് യു ജിനെ പറ്റിയായിരിക്കും. അപ്പൊ എന്താണത്? ഇറ്റ്സ് എ നാഷണൽ ലെവൽ എൻട്രൻസ് എക്സാം +2. ഓക്കെ, +2 ശേഷമാണ് നമ്മൾ ഈ പരീക്ഷയിൽ നിന്ന് ക്ലിയർ ആയി പോകുന്നതെങ്കിലും പരീക്ഷ ആക്ച്വലി നമ്മൾ +2 പഠിക്കുമ്പോൾ തന്നെ ഡിസംബറിൽ നടക്കും. അപ്പൊ +2 നമ്മൾ ഉള്ളപ്പോൾ തന്നെ നമുക്ക് ഈ പരീക്ഷ എഴുതാൻ പറ്റും, പ്രൊവൈഡഡ് +2 നമ്മൾ ക്ലിയർ ആണ്. ക്ലിയർ ആയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം? ക്ലാറ്റ് യു ജിയിൽ നമുക്ക് ജോയിൻ ചെയ്ത് പോകാൻ പറ്റും. അപ്പൊ ആരാണ് ഈ പരീക്ഷ നടത്തുന്നത്? ഇപ്പൊ പല പല പരീക്ഷയുണ്ടല്ലോ. ഇപ്പം CUET ആണെങ്കിൽ NTA ആണ് നടത്തുന്നത്. ഇപ്പൊ ക്ലാറ്റ് എന്ന് പറഞ്ഞ പരീക്ഷ നടത്തുന്നത് കൺസോർട്ടിയം ഓഫ് നാഷണൽ ലോ സ്കൂൾസ് ഓർ നാഷണൽ ലോ യൂണിവേഴ്സിറ്റീസ് ആണ്. അവര് എല്ലാ വർഷവും ഡിസംബറിലായിരിക്കും പരീക്ഷ നടക്കുന്നത്. അതായത് ഈ വരുന്ന ഡിസംബർ 7-ലാണ് 2026-ലേക്കുള്ള അഡ്മിഷന്റെ പരീക്ഷ നടക്കുന്നത്. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് എത്രത്തോളം യൂണിവേഴ്സിറ്റിയിലേക്കാണ്? വി ഹാവ് മോർ ദാൻ 22 NLUs. അതേപോലെ തന്നെ ക്ലാറ്റിന്റെ സ്കോർ വെച്ചിട്ട് നമുക്ക് അഡ്മിഷൻ കിട്ടുന്ന വേറെ പല പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസും ഉണ്ട്. ഓക്കെ, പക്ഷെ നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് നിയമം പഠിക്കണമെങ്കിൽ ക്ലാറ്റ് മാത്രമേ ഉള്ളൂ എന്ന്. അങ്ങനെയല്ല. നമ്മൾ പറയത്തില്ലേ, ഓരോന്നിനും ടോപ്പായിട്ടുള്ള യൂണിവേഴ്സിറ്റീസും കോളേജസും ഉണ്ടെന്ന്. ഇപ്പൊ ഡിഗ്രി ആർട്സ് ചെയ്യുവാണെങ്കിൽ നമ്മൾ CUET വഴി സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ടോപ്പ് ആണെന്ന് പറയും. ഇപ്പൊ സയൻസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ IITs, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഒക്കെ ആണെങ്കിൽ IITs എന്നൊക്കെ പറയണത് പോലെ ലോ ആണോ ദ മോസ്റ്റ് പവർഫുൾ എക്സാം ഈസ് ക്ലാറ്റ്. ആ രീതിയിലാണ് നമ്മൾ ഇതിനെ മനസ്സിലാക്കേണ്ടത്. മുന്നോട്ട് പോകുമ്പോൾ എന്താണ് ഇതിന്റെ എലിജിബിലിറ്റി? +1 +2 കഴിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ +1 +2 ആണ് യോഗ്യത. അവിടെ ഏത് സ്ട്രീമും ആകാം. കൊമേഴ്സ് ആകാം, ഹ്യൂമാനിറ്റീസ് ആകാം, ഈവൻ സയൻസും ആകാം. ഈ 3 ആണെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ പറ്റും. മിനിമം +2 ജനറലും OBCയും ആണെങ്കിൽ 45%, അതേപോലെ SC ആണെങ്കിൽ 40% ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പരീക്ഷ എഴുതാൻ പറ്റും. പ്രായപരിധി ഇല്ല. അതായത് നിങ്ങളിപ്പോൾ +2 കഴിഞ്ഞ് 1-2 വർഷം കഴിഞ്ഞ് നിങ്ങൾക്ക് പരീക്ഷ എഴുതണമെങ്കിലും ഇവിടെ ആ ഒരു പ്രശ്നമില്ല. യു ക്യാൻ റൈറ്റ് ദി എക്സാം. അപ്പൊ അത് മനസ്സിൽ വെച്ചോണം. സോ ദിസ് ഈസ് ദ ബേസിക് എലിജിബിലിറ്റി ഓഫ് ക്ലാറ്റ് UG. മുന്നോട്ട് പോകുമ്പോൾ എന്തുകൊണ്ട് ഈ ക്ലാറ്റ്, ഞാൻ തുടക്കം നിങ്ങളോട് പറഞ്ഞു, അതായത് നമ്മൾ നിയമത്തിനെ പറ്റി നോക്കുമ്പോൾ എത്തിപ്പെടാൻ പറ്റിയ ഏറ്റവും ടോപ്പ് യൂണിവേഴ്സിറ്റീസ് ആണ് ക്ലാറ്റ് വഴി കിട്ടുന്നത്. ഓക്കെ, അപ്പം ടോപ്പ് NLUs which gives you the prestigious law schools. ഫോർ എക്സാമ്പിൾ ബാംഗ്ലൂരിലൊക്കെയാണ് ഏറ്റവും ആൾക്കാർ അസ്പയർ ചെയ്യുന്നത്. കിട്ടാനും നല്ല ബുദ്ധിമുട്ടാണ്, നല്ല കട്ട് ഓഫ് നമ്മൾ ക്ലിയർ ചെയ്യണം. എന്തുകൊണ്ടാ? നിങ്ങൾ ആലോചിച്ചോളൂ, അത്രയ്ക്ക് ആൾക്കാർ അസ്പയർ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും പ്രത്യേകത കാണുമല്ലോ, അല്ലേ? അത് തന്നെയാണ് കാരണം. അവിടെ വന്ന ഒരു ഡൈവേഴ്സ് കരിയർ നമ്മുടെ മനസ്സിലൊക്കെ ഉണ്ട്. നിയമം പഠിക്കുന്നവർ കേസില്ല വക്കീലന്മാർ മാത്രമാണ്. അങ്ങനെയല്ല. ദർ ഇസ് മച്ച് മോർ വിച്ച് ക്ലാറ്റ് പ്രൊവൈഡ്സ്. നിങ്ങൾക്ക് ലിറ്റിഗേഷൻ പോണോ, അതായത് നിങ്ങൾക്ക് കേസ് വാദിക്കാൻ പോകണോ, അപ്പൊ നിങ്ങൾ ഒരിക്കലും വിചാരിക്കല് നമ്മുടെ നോർമൽ കോടതിയിൽ അതല്ല. സുപ്രീം കോടതിയിലും കാര്യങ്ങളിലും ഭയങ്കര പവർഫുള്ളും നല്ല പേയും കിട്ടണ ലോ അല്ലെങ്കിൽ നിയമം നമുക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ കോർപ്പറേറ്റ്, അതായത് നമ്മൾ ഈ പറയുന്നത് ലീഗൽ അഡ്വൈസേഴ്സ്, വലിയ വലിയ കമ്പനീസിലൊക്കെ ലീഗൽ അഡ്വൈസർ ആയിട്ട് കിട്ടുമ്പോൾ നല്ല പേയും നല്ല റെസ്പെക്റ്റബിളും നല്ല രീതിയിൽ വളർന്നു പോകാൻ പറ്റിയ ഒരു സാഹചര്യമാണ് നമ്മുടെ കോർപ്പറേറ്റിലുള്ള. പിന്നെ സിവിൽ സർവീസസ് ടോപ്പ്. കാരണം ലോ എന്ന് പറയുന്നത് നല്ല ഒരു ഓപ്ഷണൽസ് ആണ് നമ്മുടെ UPSC സിവിൽ സർവീസസിനകത്തുള്ള. ഒത്തിരി പേര് നിയമം എടുത്തിട്ട് സിവിൽ സർവീസ് പോലുള്ള, കാരണം ഇന്ത്യയിൽ തന്നെ കിട്ടാൻ പറ്റുന്ന ഏറ്റവും ടോപ്പ് മോസ്റ്റ് കരിയർ സ്പോട്ടാണ് ഏത്? സിവിൽ സർവീസസ്. ദാറ്റ് ഇസ് എൻ ഓപ്ഷൻ. ജുഡീഷ്യൽ എക്സാംസ് എഴുതാറുണ്ട്. അതൊരു വലിയ പവർഫുൾ പോസ്റ്റ് ആണ്. അതല്ല, നിങ്ങൾക്ക് പഠിപ്പിക്കാനാണോ ആഗ്രഹം, ഈ നാഷണൽ ലോ സ്കൂൾസിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ കയറാം. അതേപോലെ നിയമത്തിന്റെ ഒത്തിരി കോളേജസ് ഒക്കെ ഉണ്ട്, നിങ്ങൾക്ക് അവിടെയൊക്കെ പഠിപ്പിക്കാം. പിന്നെ ഒരു നാഷണൽ ലോ സ്കൂൾ ആകുമ്പോൾ അവിടുന്ന് കിട്ടണ എക്സ്പോഷർ നിങ്ങൾക്ക് ഭയങ്കര കൂടുതലായിരിക്കും. നല്ല നല്ല സ്കോളർഷിപ്പുകൾ കിട്ടും.
നല്ല നല്ല സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ഇന്റേൺഷിപ്പ് ചെയ്യാൻ പറ്റും. അതായത് നിയമസംബന്ധമായി ഇന്ത്യയിൽ എന്തൊരു വലിയ കാര്യം നടന്നാലും എന്ത് സംഭവിക്കും, നിങ്ങൾക്ക് അതിനെപ്പറ്റി അവിടുന്ന് അറിവ് കിട്ടുകയും അത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള സാധ്യത കൂടുതലും ഒരു നാഷണൽ ലോ സ്കൂൾസിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം എന്തുകൊണ്ടും നമ്മൾ ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരെണ്ണമാണ്. അപ്പം ഞാൻ ഇത്രയും നേരവും ഈ പരീക്ഷ നല്ലതാണ് നല്ലതാണെന്ന് പറഞ്ഞു. ഇനി ഈ പരീക്ഷ നടക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് അറിയണ്ടേ? ഞാൻ പറഞ്ഞു ഇതിന്റെ നോട്ടിഫിക്കേഷൻ പോകുന്നത് ഏകദേശം നമുക്കൊരു എന്താ പറയണ, നമുക്ക് ഒക്ടോബർ വരെയൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാനൊക്കെ പറ്റും. ഇപ്പോൾ ഓഗസ്റ്റ് ആണ്, നമുക്ക് ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ ലാസ്റ്റ് വരെ നമുക്ക് ക്ലാറ്റ് എക്സാമിന് അപ്ലൈ ചെയ്യാം. പരീക്ഷ എപ്പോഴാണ് നടക്കുന്നത്? പരീക്ഷ ഹാപ്പൻസ് ഇൻ ഡിസംബർ. ഈ പ്രാവശ്യം ഡിസംബർ 7-നാണ് നമുക്ക് പരീക്ഷ നടക്കുന്നത്. ഓക്കെ, സോ ഇറ്റ് ക്യാൻ ചേഞ്ച് അപ് ടു, ഓരോ വർഷം ചെറിയ രീതിയിൽ മാറ്റം വരും. എന്നാലും ഡിസംബർ തുടക്കം തന്നെ ആയിരിക്കും പരീക്ഷ വരുന്നത്. എങ്ങനെയാണ് മോഡ്? ഇപ്പൊ നമുക്ക് പരീക്ഷ എങ്ങനെയാ നടക്കുന്നതെന്ന് അറിയണ്ടേ? ഇപ്പം നമ്മൾ ഓൺലൈൻ കമ്പ്യൂട്ടറിൽ കൂടെ ആണോ എന്നൊക്കെയുള്ള. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ക്ലാറ്റ് എക്സാം ഓഫ്ലൈനാണ്. ദാറ്റ് മീൻസ് പെൻ ആൻഡ് പേപ്പർ എടുത്ത് നമ്മൾ ചോദ്യം എടുത്ത് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റണം. ആൻഡ് ദ ലാംഗ്വേജ് ഓർ ദ മീഡിയം ഇസ് ഇംഗ്ലീഷ്. ആൻഡ് യു ഹാവ് 2 hours, 2 മണിക്കൂറാണ് നമുക്ക് പരീക്ഷ എഴുതാനായിട്ടുള്ളത്. അപ്പൊ 2 മണിക്കൂർ കൊണ്ട് 120 ചോദ്യങ്ങൾ നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. 120 questions. ആൻഡ് ടോട്ടൽ മാർക്സ് 120. അപ്പൊ എത്ര മാർക്കായിരിക്കും ഒരു ചോദ്യത്തിന്? 1 മാർക്ക്. ബാക്കിയുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിൽ നിന്ന് എങ്ങനെ ക്ലാറ്റ് സെപ്പറേറ്റ് ആകുന്നു എന്നുള്ളതാണ് ദ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വിച്ച് ആർ ബീങ് ആസ്ക്ഡ്. That means the questions are majorly MCQs with comprehension type. That means you will be given a comprehension, a passage. You have to read that and you have to select the correct option. And trust me, that is not something which is really easy. You have to invest time. You have to be a quick reader. എന്നാൽ മാത്രമേ നമുക്ക് എത്രയും പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. അപ്പം ഞാൻ പറഞ്ഞു, ഒരു ചോദ്യത്തിന് എത്ര മാർക്കാ? വി ഹാവ് 1 mark for the correct answer. ഇൻകറക്റ്റ് ആണെങ്കിൽ നെഗറ്റീവ് മാർക്കും ഉണ്ട്. എഴുതിയില്ലയോ ഒന്നും പോകില്ല. അങ്ങനെയാണ് പാറ്റേൺ നടക്കുന്നത്. അപ്പൊ പാറ്റേൺ മാത്രം മനസ്സിലായാൽ മതിയോ? എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് അറിയേണ്ടത്. ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. ഈ പറഞ്ഞ 125 ചോദ്യങ്ങളും വരാൻ പോകുന്ന ഈ മേജർ 5 ടോപ്പിക്സിൽ നിന്ന് ഏറ്റവും പവർഫുൾ ആകേണ്ടത് ഒരു ക്ലാറ്റ് ആസ്പിറന്റിന് ഇംഗ്ലീഷാണ്. കാരണം എന്താ? കോംപ്രിഹെൻഷൻ ആണ് എല്ലാം എന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ ഇംഗ്ലീഷ് വായിച്ച് നമുക്ക് മനസ്സിലായാൽ മാത്രമേ ഉത്തരത്തിലേക്ക് പറ്റാൻ പറ്റൂ. അപ്പൊ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട്. കോംപ്രിഹെൻഷൻ തരും, അതിൽ നിന്ന് ഗ്രാമറും വൊക്കാബുലറിയും ഒക്കെ കണക്റ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് എന്താണ് ക്ലാറ്റിന്റെ പ്രിപ്പറേഷനിൽ. രണ്ടാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു ഏരിയ ആണ് കറണ്ട് അഫയേഴ്സ് ആൻഡ് GK. ആൻഡ് ദാറ്റ് ഈസ് എ ടോപ്പിക് വിച്ച് റിക്വയർസ് ടൈം ടു എക്സൽ. പെട്ടെന്ന് നമുക്ക് അടിച്ചെടുക്കാൻ പറ്റുന്നൊരു ഏരിയ അല്ല. സമയമെടുത്ത് പേപ്പർ വായനയൊക്കെ വന്ന് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ വെറുതെ പഠിച്ചാൽ പോരാ, അതിന്റെ ബാക്ക്ഗ്രൗണ്ട് കൂടി നമുക്ക് അറിയേണ്ടി വരും. അതായത് ഫോർ എക്സാമ്പിൾ ഒരു സിമ്പിൾ ടോപ്പിക് ആയിട്ട് നമുക്ക് എന്തെടുക്കാൻ പറ്റും? ഇപ്പൊ ഇന്ത്യ UK കൂടി ഇപ്പോൾ ഒരു ട്രേഡ് എഗ്രിമെന്റ് സൈൻ ചെയ്തു. വി ഹാവ് സൈൻഡ് എ ട്രേഡ് എഗ്രിമെന്റ്. സോ ഒരു നോർമൽ ആസ്പിറന്റ്, ഒരു CUET-യും അല്ലെങ്കിൽ ഒരു നോർമൽ ട്രഡീഷണൽ കോമ്പറ്റേറ്റീവ് എക്സാമുള്ള ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ +2 കഴിയുമ്പോഴത്തേക്കുള്ളത് ബേസിക്കലി ഇവരെന്ത് സൈൻ ചെയ്തു, ഇതിന്റെ പേര് എന്താണെന്നൊക്കെ ആയിരിക്കും അറിയണ്ടേ. പക്ഷെ ഒരു ക്ലാറ്റിന്റെ കുട്ടിയാണ്, ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട്, ഹൗ ദേ റീച്ച് ടു ദിസ് എഗ്രിമെന്റ്, വാട്ട് ആർ ഇറ്റ്സ് ഇംപ്ലിക്കേഷൻസ്, അത് നടന്നു കഴിഞ്ഞാൽ എന്തൊക്കെ നമുക്ക് കാര്യങ്ങൾ ഉണ്ടാകും എന്നുള്ള രീതിയിൽ കുറച്ചും കൂടി അനലിറ്റിക്കലായിട്ടും ബാക്ക്ഗ്രൗണ്ടും അതിന്റെ ഫ്യൂച്ചറും കൂടി മനസ്സിലാക്കുന്ന രീതിയിലാണ് നമ്മൾ ക്ലാറ്റിന്റെ കറണ്ട് അഫയേഴ്സ് പോകണം. ആൻഡ് ദാറ്റ് റിക്വയർസ് ട്രെയിനിങ് ആസ് വെൽ ആസ് പ്രാക്ടീസ്. അപ്പൊ ഇവിടെ ഇന്റർനാഷണൽ ന്യൂസ്, ലീഗൽ ഡെവലപ്മെന്റും ഒക്കെ ചോദ്യത്തിൽ വരാം, ഹിസ്റ്ററി ഒക്കെ ചോദ്യത്തിൽ വരാം. പിന്നെ ലീഗൽ റീസണിങ്സ് മെയിൻ ആയിട്ടുള്ള. ക്ലാറ്റ് എഴുതാൻ നിങ്ങൾ നിയമത്തിൽ പുലിയാകണമെന്നൊന്നുമില്ല, കോംപ്രിഹെൻഷൻ വായിച്ചാണ് എഴുതേണ്ടത്. എന്നാലും ഒരു ബേസിക് ലെവൽ അറിയണം. ഇപ്പൊ ലോ ഓഫ് ടോർട്ട് എന്താണ്,
ഇപ്പോൾ ടോർട്ട് എന്താണെന്ന് അറിയണം, ഇപ്പം ലോ ഓഫ് കോൺട്രാക്ട് എന്താണെന്ന് അറിയണം, അങ്ങനെ ഒരു ബേസിക് ലെവൽ ഓഫ് ലീഗൽ റീസണിങ് അറിയണം. അതിൽ നിന്ന് കുറച്ചും കൂടി അനലിറ്റിക്കലായി നമുക്ക് ഉത്തരം കൊണ്ടുവരാൻ പറ്റണം. ദെൻ കംസ് ലോജിക്കൽ റീസണിങ് ഫ്രം പാരഗ്രാഫ്. ഇതെല്ലാം കോംപ്രിഹെൻഷനിൽ നിന്നാണ് വരുന്നത്. അതിൻ്റെ പ്രത്യേകത ചെറിയ ചെറിയ പസിൽസ് കാണും, ചിലപ്പോൾ അറേഞ്ച്മെന്റ് കാണും, ABCD ഇന്നടത്തിരിക്കുന്നു, അല്ലെ ഒരു സർക്കിളിൽ ഇരിക്കുന്നു, അപ്പോൾ ഒരാൾ എവിടെയാണ്, ഒരാളെ പറ്റി പറയും, ബാക്കി ആൾക്കാരെ കണ്ടുപിടിക്കണം. അങ്ങനെയുള്ള കുറച്ച് ലീഗൽ റീസണിങ്ങും പിന്നെ പ്രയോറിറ്റി കമ്പാരിറ്റീവ്ലി കുറവായിട്ടുള്ള ഒരു ഏരിയയാണ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്. ബേസിക് അരിത്തമെറ്റിക് ആണ് വരുന്നത്. അവിടെ നമ്മുടെ റേഷ്യോയും പെർസെൻറ്റേജും പോലുള്ള കാര്യം. ഇതിൽ നിന്നാണ് നമുക്ക് എത്ര ചോദ്യമാണ് വരുന്നത്? വി ഹാവ് 120 ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഇതിൽ ഏറ്റവും കൂടുതൽ ഷെയർ വരാൻ പോകുന്ന ഏരിയ ലീഗൽ റീസണിങ്ങും കറണ്ട് അഫയേഴ്സും ലോജിക്കൽ റീസണിങ്ങുമാണ്. ദെൻ ഇംഗ്ലീഷ്, പിന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആണ് കമ്പാരിറ്റീവ്ലി കുറവ് ചോദ്യം വരുന്ന ഏരിയ സിലബസിൽ. പക്ഷെ ഇത് ഏതെങ്കിലും വിടാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? കട്ട് ഓഫ്സ് ക്യാൻ ഗോ ദാറ്റ് മച്ച് ഹൈ. ബാംഗ്ലൂരിലൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ ടോപ്പ് 5% എത്തണം. ആൻഡ് ദാറ്റ് ഈസ് എ ടഫ് തിങ്. സോ നമുക്കിതൊന്നും വിടാൻ പറ്റില്ല. +2 കഴിഞ്ഞ് ഇത് മലർത്തി അടിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഓൾസോ ഡിഫിക്കൽട്ട്. ഒരു വർഷം കളഞ്ഞ് നമ്മൾ ഇതിന് റിസ്ക് എടുക്കേണ്ടി വരും. സോ എത്രയും പെട്ടെന്ന് ഒരു +1 ഓടൊക്കെ തന്നെ ഇതിനെപ്പറ്റി മനസ്സിലാക്കി തുടങ്ങിയാൽ അത്രയും കൂടി നല്ലതാണ്. ഇപ്പം ക്ലാറ്റ് ഞാൻ നേരത്തെ പറഞ്ഞു, ക്ലാറ്റ് മാത്രമല്ല, there are other exams as well. ക്ലാറ്റ് പോലെ തന്നെ വളരെ പവർഫുൾ ആയിട്ട് എത്തിപ്പെടാൻ പറ്റുന്ന വേറെ ഒരു ലോ സ്കൂളാണ് നാഷണൽ ലോ സ്കൂൾ ഡൽഹി, വിച്ച് ഈസ് നമുക്ക് റാങ്കിങ്ങിൽ 2 എന്നൊക്കെ പറയാൻ പറ്റുന്നത്. ഇപ്പോൾ ബാംഗ്ലൂർ കഴിഞ്ഞാൽ രണ്ടാമത്തെ ഏറ്റവും സംഭവം. പക്ഷെ അവർക്ക് അവിടെ ഒരു സെപ്പറേറ്റ് എക്സാം ആണ് എയ്ലറ്റ് എന്ന് പറയും. ഓക്കെ, NLU ഡൽഹി സെപ്പറേറ്റ് ആയിട്ട് നടത്തുന്ന ക്ലാറ്റിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു പരീക്ഷയാണ് എയ്ലറ്റ്. പിന്നെ വരുന്നൊരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയുടെ സംഭവമുണ്ട്, അതായത് സിംബയോസിസ് ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി നടത്തുന്ന സ്ലാറ്റ്. ബട്ട് ഇത് കുറച്ചും കൂടി എന്താ പറഞ്ഞ ഒരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയതുകൊണ്ട് തന്നെ കുറച്ചും കൂടി എക്സ്പെൻസീവും കാര്യങ്ങളുമാണ് കമ്പയറിങ് അതർ ലോ സ്കൂൾസ്. ബട്ട് കുറേ പേര് അസ്പയർ ചെയ്യുന്ന സിമിലർ ലെവൽ ഓഫ് പ്രിപ്പറേഷൻ വെച്ച് ചെയ്യാൻ പറ്റും. ഇതല്ലാതെ വേറെ ഒരു എക്സാമും ഉണ്ട്, CUET. അതായത് ലോയ്ക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന യൂണിവേഴ്സിറ്റികൾ ഒന്നാണ് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി. അവിടത്തേക്കുള്ള അഡ്മിഷൻ നടത്തുന്നത് CUET വഴിയാണ്. പക്ഷെ അവിടെ പരീക്ഷയുടെ നേച്ചർ വരെ അവിടെ ബേസിക്കലി ഇംഗ്ലീഷും ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുമാണ് വരുന്നത്. അപ്പോൾ ഈ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ ബേസിക്കലി എന്താ നമ്മുടെ കറണ്ട് അഫയേഴ്സും ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്കും ലോജിക്കൽ റീസണിങ്ങും ഒക്കെ വരും. സോ സിലബസ് സെയിം ആണ്, ബട്ട് പ്രാക്ടീസ് വേറെയാണ്. കാരണം ഇവിടെ വരുന്നത് ബേസിക്കലി നോർമൽ ചോദ്യം MCQസും ആണ്. സോ ദാറ്റ് ഈസ് ഡിഫറെൻറ്റ്. ഓക്കെ, സോ ഇതാണ് നാഷണൽ ലെവൽ എക്സാം. സ്ലാറ്റ് പോലെ തന്നെ വേണം നിങ്ങൾക്ക് സെയിം പ്രിപ്പറേഷൻ വഴി എയ്ലറ്റ് എഴുതാം, സ്ലാറ്റ് എഴുതാം. ഒരു പരിധി വരെ പാറ്റേൺ ഒന്ന് മാറ്റി പിടിച്ച CUET എഴുതാം. ഇനിയും നിങ്ങൾക്ക് കേരളത്തിന് പുറത്ത് പോകാൻ വയ്യ, കേരളത്തിലേ പഠിക്കാൻ പറ്റുമെങ്കിൽ കേരളത്തിലും നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഏതൊക്കെയാ? വി ഹാവ് ക്ലീ ആസ് വെൽ ആസ് വി ഹാവ് കുസാറ്റ്. പക്ഷെ രണ്ടും +2 കഴിഞ്ഞിട്ട് നടക്കുന്ന പരീക്ഷയാണ്. അത് നമുക്ക് കേരളത്തിനുള്ളിൽ ലോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ചെയ്താലും മതി. ഇതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ക്ലീയും കുസാറ്റിനെയും പറ്റിയൊക്കെ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ഇൻ ഡീറ്റെയിൽ ചെറിയ ചെറിയ വീഡിയോസ് ചെയ്യാം ടു മേക്ക് യു ഗൈസ് അണ്ടർസ്റ്റാൻഡ്. ഇനിയും ഈ ലോ എക്സാംസിൻ്റെ ഒരു ടൈം ലൈൻ നിങ്ങൾക്ക് അറിയണ്ടേ, എപ്പോഴത്തേക്കാണ് ഈ പരീക്ഷ നടക്കണേ, എങ്ങോട്ട് നമുക്ക് പോകാമെന്നുള്ളത്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം പലർക്കും ഇപ്പോഴും ക്ലാറ്റൊക്കെ പറ്റി അറിയുമ്പോഴത്തേക്ക് +2 കഴിയും. അപ്പോഴല്ല നമ്മൾ തുടങ്ങണ്ടേ. ഇപ്പം നമ്മൾ പറഞ്ഞ ക്ലാറ്റിനെ പറ്റി ഞാൻ പറഞ്ഞു. ക്ലാറ്റ് ഇപ്പോൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ആണ്. വി ഹാവ് ടൈം ടിൽ ഒക്ടോബർ ലാസ്റ്റ് ആൻഡ് വി ക്യാൻ റൈറ്റ് ദി എക്സാം ഇൻ ഡിസംബർ. എയ്ലറ്റും പ്രിറ്റി മച്ച് സെയിം രീതിയിൽ തന്നെയാണ്. പരീക്ഷ ഡിസംബറിൽ നടക്കും. അഡ്മിഷൻസ് എവിടെ? നാഷണൽ ലോ യൂണിവേഴ്സിറ്റി ഡൽഹി. പിന്നെ ഞാൻ പറഞ്ഞ സിംബയോസിസ്, അതും ഡിസംബർ. അതായത് മേജർ നാഷണൽ ലെവൽ ലോ സ്കൂൾസിന്റെ പരീക്ഷ ഡിസംബറിലാണ് നടക്കണം. ഓക്കെ, അപ്പോൾ സിംബയോസിസ് വഴി നമുക്ക് പൂനെ, നോയിഡ, ഹൈദരാബാദ്, നാഗ്പൂർ ഒക്കെ ഉള്ള കോളേജുകളിലേക്ക് നമുക്ക് അഡ്മിഷൻ പറ്റും. ക്ലീ ജൂണിലാണ് പരീക്ഷ നടക്കുന്നത്. മറ്റേത് ഡിസംബർ, ഇത് ജൂൺ. ഇത് +2 കഴിഞ്ഞതിന് ശേഷം കേരളത്തിൽ നടത്തുന്ന, അതായത് കമ്മീഷണർ ഫോർ എൻട്രൻസ് എക്സാമിനേഷൻ കേരളത്തിൽ നടക്കുന്ന പരീക്ഷയാണ്. 3 വർഷവും 5 വർഷവും LLB കോഴ്സിലേക്ക് ഗവൺമെന്റ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിൽ റാങ്ക് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. കുസാറ്റിൽ പറ്റും, കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ. അവിടെ പരീക്ഷ ബേസിക്കലി നടക്കുന്നത് ഇത് ടെൻറ്ററ്റീവ് ഡേറ്റ് ആണ്, ചെറിയ വ്യത്യാസങ്ങൾ വരും. എന്നാൽ നമുക്ക് ഏകദേശം ഈ സമയത്താണ് പരീക്ഷ നടക്കുന്നത് എന്നുള്ളത് നമുക്കറിയണം. അപ്പൊ അതുവഴി എവിടെയാ? സ്കൂൾ ഓഫ് ലീഗൽ സ്റ്റഡീസ് ഇൻ കുസാറ്റ്. CUET വഴി കിട്ടും.
അത് NTA നടത്തുന്നത് മെയ് ജൂണിലാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, അലഹബാദ് യൂണിവേഴ്സിറ്റി പോലുള്ള യൂണിവേഴ്സിറ്റിയാണ്. കാരണം അതല്ലാതെ യൂണിവേഴ്സിറ്റി ഉണ്ട്, പക്ഷെ നമ്മൾ ഏറ്റവും ടോപ്പ് എന്നുള്ള രീതിയിലാണ് ഈ 2 യൂണിവേഴ്സിറ്റീസ് നോക്കുന്നത്. അതിലും BHU ഈസ് മോർ ഡിസൈറബിൾ. അപ്പം റാങ്കിങ് വഴി നമ്മൾ എപ്പോഴും ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിൽ ഏറ്റവും ടോപ്പ് തന്നെ നോക്കണം. കാരണം ഏറ്റവും കൂടുതൽ എക്സ്പോഷർ കിട്ടുന്ന കോളേജിൽ നമ്മൾ ട്രൈ ചെയ്താൽ മാത്രമേ നമുക്ക് കുറച്ചുകൂടി നല്ലൊരിത് കിട്ടും. അല്ലാതെ ഏതെങ്കിലും ഒരെണ്ണമാണെന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മൾ ലിസ്റ്റിൽ പോലും കാണില്ല. സോ ദിസ് ഈസ് അക്കോർഡിംഗ് ടു ദി റാങ്ക്. NIRF റാങ്ക് വഴി ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു 5 ലോ സ്കൂൾസ്. ഇതിലെ നാഷണൽ ലോ സ്കൂൾ ഓഫ് ഇന്ത്യ യൂണിവേഴ്സിറ്റി ബാംഗ്ലൂർ, വിച്ച് ഈസ് ദ ടോപ്പ് മോസ്റ്റ് ഓർ മോസ്റ്റ് ഡിസൈർഡ്, കിട്ടാനും ഭയങ്കര ബുദ്ധിമുട്ടുള്ള ലോ സ്കൂൾ ക്ലാറ്റ് വഴിയാണ്. അത് കഴിഞ്ഞാൽ രണ്ടാമത് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നതാണ് നാഷണൽ ലോ യൂണിവേഴ്സിറ്റി ഡൽഹി. പക്ഷെ ഇവിടെ ക്ലാറ്റ് അല്ല, ILET എന്ന് പറഞ്ഞ എൻട്രൻസ് എക്സാം. പിന്നെ വി ഹാവ് നൽസർ, വിച്ച് ഇസ് ഇൻ ഹൈദരാബാദ്, വിച്ച് ഇസ് ഓൾസോ എ ടോപ്പ് law school. Then we have West Bengal as well as Gujarat. ഇതാണ് നമുക്കൊരു റാങ്കിങ്ങിൽ പറഞ്ഞ ടോപ്പ് 5. അപ്പൊ നമ്മളുടെ ലക്ഷ്യം ഇത് തന്നെ ആയിരിക്കണം. ഞാൻ ഒരിക്കലും പറയല്ല ബാക്കി ലോ സ്കൂൾസ് മോശമാണെന്ന്, ഒരിക്കലും അല്ല. ഓക്കെ, ബട്ട് ദിസ് ഇസ് ദ ടോപ്പ്. ഇപ്പൊ നമുക്ക് ദൂരെ പോകാൻ ആഗ്രഹം ഇല്ലയോ? നമുക്ക് ന്യൂവാൽസ് ഉണ്ട് കൊച്ചിയിൽ. ആൻഡ് വൺ ഓഫ് അവർ mentor is studying in National Law School, which is in Odisha. So these are all top universities. അപ്പം ടോപ്പ് 5 നിങ്ങളതിൽ പരിചയപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ ഇത്രയും വലിയൊരു കോമ്പറ്റേറ്റീവ് എക്സാം എന്ന് പറയുമ്പോൾ ഇത് ഈസി ആണെന്ന് തോന്നുമോ? അല്ല. ഇറ്റ് ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് കോമ്പറ്റേറ്റീവ് എക്സാം ഹാവിങ് എ ലാർജ് നമ്പർ ഓഫ് ഡെഡിക്കേറ്റഡ് ആസ്പിറൻസ്. എന്തുകൊണ്ടാണ് ഡെഡിക്കേറ്റഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് വേണ്ടി ഇരുന്ന് പഠിച്ചു വരുന്ന കുട്ടികളുണ്ട്. ബാക്കി പല പരീക്ഷയും ചില കുട്ടികളൊക്കെ പറയാം നമുക്ക് എഴുതി നോക്കാം, ഇതങ്ങനെയല്ല. സോ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ക്വാളിറ്റി ഓഫ് ആസ്പിറൻസ് ഇസ് ഓൺ ദ ഹയർ സൈഡ്. അതേപോലെ വി ഹാവ് വെരി ലിമിറ്റഡ് സീറ്റ്സ്, ആൻഡ് ദാറ്റ് ടു ഗെറ്റ് ദ ടോപ്പ് ലോ സ്കൂൾ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്. അപ്പം ഇവിടെ നമ്മളുടെ വെറുതെ ഉള്ള റോട്ട് ലേണിംഗ്, അതായത് നമുക്ക് വെറുതെ വായിച്ച് പഠിച്ചെന്ന് ഓർമ്മിച്ചു കഴിഞ്ഞാൽ ക്ലാറ്റ് ക്ലിയർ ആകത്തില്ല. ഒരു കാര്യം റീസൺ ചെയ്യാൻ പറ്റണം, നമുക്ക് തന്നെ ചിന്തിച്ച് സെറ്റാക്കാൻ പറ്റണം. കാരണം കോംപ്രിഹെൻഷനും കാര്യങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ തല കൊണ്ട് ചിന്തിച്ച് നമുക്കൊരു മറുപടി കൊണ്ടുവരാൻ പറ്റണം. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് തന്നെ ക്ലാറ്റ് എന്ന് പറയുന്ന ഒരു പരീക്ഷ, കമ്പയറിങ് അതർ എക്സാം, ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് കോമ്പറ്റേറ്റീവ് എക്സാംസ്. ആൻഡ് വി ഹാവ് ടു സ്റ്റാർട്ട് ആസ് ഏർലി ആസ് പോസിബിൾ. +1 തന്നെ നമുക്ക് ഇതിനെപ്പറ്റി മനസ്സിലായി തുടക്കമേ തുടങ്ങിയോ, +2 വരുമ്പോഴത്തേക്ക്, കാരണം +2 ഡിസംബറിലാണ് പരീക്ഷ, we can give a very strong attempt. And for that we have to understand the demand of the exam. പരീക്ഷ എന്താണ് നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്? ചുമ്മാ വായിച്ച് കാണാൻ പഠിച്ചു പോകുകയല്ല. We have to know the background. We have to understand how this comprehension works. എത്ര പെട്ടെന്ന് വായിച്ച് എങ്ങനെ ഉത്തരത്തിലേക്ക് എത്താം? അതിനു വേണ്ടിയുള്ള ടാർഗറ്റഡ് ഓർ സ്മാർട്ട് ട്രെയിനിങ് ആയിരിക്കണം നമ്മൾ ചെയ്യുന്നത്. ചുമ്മാ കുത്തിയിരുന്ന് ഏതാണ്ടൊക്കെ പഠിക്കുന്നതിലുപരി ട്രെൻഡുകൾ മനസ്സിലാക്കി പ്രയോറിറ്റി ഏരിയകൾ തിരഞ്ഞെടുത്ത് ടാർഗറ്റഡ് ആയിട്ടുള്ള സ്മാർട്ട് സ്റ്റഡി അറിയാം. അതാണ് നമ്മൾ ട്യൂട്ടോറിയത്തിലും ഫോക്കസ് ചെയ്യുന്നത്. ത്രൂ അവർ വർക്ക്ഷോപ്സ് ആൻഡ് ആസ് വെൽ ആസ് കറണ്ട് അഫയേഴ്സ് മൊഡ്യൂൾസ് നമ്മൾ എപ്പോഴും ടാർഗറ്റ് ചെയ്യുന്നത് ആ ഏറ്റവും പ്രയോറിറ്റി ടോപ്പിക്സ് പഠിച്ചെടുക്കുക എന്നുള്ളതാണ്. അതിൻ്റെ കോൺസെപ്റ്റ്സുകളും ഇപ്പം ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞതുപോലെ തന്നെ, ഫോർ എക്സാമ്പിൾ വേറൊരു ടോപ്പിക്ക് നമുക്ക് എടുക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഒരു യൂണിഫോം സിവിൽ കോഡ് എന്ന് പറഞ്ഞൊരു ഏരിയയെ പറ്റി ന്യൂസിലൊക്കെ ഇടയ്ക്ക് വന്നുകൊണ്ടിരിക്കുക. അപ്പൊ യൂണിഫോം സിവിൽ കോഡ് എവിടെ നിന്ന് വരുന്നു, ഓർ ഫ്രം വേർ ഇറ്റ് സ്റ്റാർട്ടഡ് ദ ഡിസ്കഷൻസ്, അതിന്റെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് എന്താണ് പറയണേ, അത് കൊണ്ടുവന്നാലുള്ള ഇംപ്ലിക്കേഷൻസ് എന്താണ് എന്നുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് രീതിയിൽ നമ്മുടെ ചിന്ത പോകണം. ആൻഡ് ആസ് ഓൾവേസ് ഇൻ an exam, practice is the most important thing.
and we have to solve n number of mocks. And in tutorium, we focus on this area as well. നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് ടോപ്പിക് ലെവൽ മോക്സും ഉണ്ട്, FLTs or full length mock ഉണ്ട്, and we have integrated the technology of AI as well into it. എന്തിനാ AI? ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു ഏരിയ ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് തെറ്റിക്കുന്നത് മനസ്സിലാവണേ, AI will understand those areas and will give you more mocks from that. ഒരു ഗെയിമിഫൈഡ് ആയിട്ടുള്ള രീതിയിൽ തരും. So that is we have to do. We have to start early. We have to understand the demand of the exam. We have to be smart and target as well as study. കാരണം ഇതൊരു കോമ്പറ്റേറ്റീവ് പരീക്ഷയാണ്. നമ്മളുടെ അറിവ് കൂട്ടുന്നതിലുപരി പരീക്ഷ ക്രാക്ക് ചെയ്യാൻ പറ്റും. ആ രീതിയിൽ കോൺസെപ്റ്റ്സ് മനസ്സിലാക്കണം. അതിനുവേണ്ടി എന്താ, ഒരു നല്ല ഇക്കോ സിസ്റ്റത്തിൽ നിങ്ങളൊരു പാർട്ടാവുകയും വേണം. യു ഹാവ് ടു സോൾവ് മോർ നമ്പർ ഓഫ് മോക്സ് ആസ് വെൽ. ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സോ അതിനു വേണ്ടിയാണ് Tutorium have a solution for you. We have a 3-step program that covers all your needs. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് പഠിപ്പിക്കുന്നതിലുപരി നമ്മൾക്ക് കൊടുക്കാൻ പറ്റേണ്ടത് എന്താ, ഒരു കുട്ടിക്ക് വളരാനുള്ള ഒരു കംപ്ലീറ്റ് ഇക്കോസിസ്റ്റമാണ്. സോ വി പ്രൊവൈഡ് ദിസ് ഇക്കോസിസ്റ്റം ബൈ 3 ways. ത്രൂ അവർ മാസ്റ്റർ ക്ലാസ്സസ്. ഇപ്പൊ മാസ്റ്റർ ക്ലാസ്സസിൽ എന്താ, വി ആർ ഗിവിംഗ് യു 100+ hours ഓഫ് ലൈവ് സെഷൻസ്. റെക്കോർഡ് ചെയ്ത് വെച്ച് തരികയല്ല, ലൈവായിട്ട് ഫാക്കൽറ്റി വന്നിരുന്ന് നിങ്ങളോട് സംസാരിച്ച് നിങ്ങളുടെ കൺസേൺസും കാര്യങ്ങളും സോൾവ് ചെയ്തുകൊണ്ട് പോകാനുള്ള ലൈവായിട്ട് നമ്മൾ കോംപ്രഹെൻസീവായിട്ട് നിങ്ങളുടെ സിലബസ് ക്ലിയർ ചെയ്യുന്നതായിരിക്കും. അതേപോലെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ക്ലാറ്റ് ഷുവർ ടെസ്റ്റ് സീരീസ്, നമ്മുടെ പ്രോഗ്രാമിനെ തന്നെ ക്ലാറ്റ് ഷുവർ നമ്മൾ ബേസിക്കലി പറയുന്നത്. സോ ടെസ്റ്റ് സീരീസ് ഇസ് പവേർഡ് ബൈ AI. അതിനകത്ത് എന്താ, PYQ ഉണ്ട് വിത്ത് സൊല്യൂഷൻസ്. വി ഹാവ് സബ്ജക്ട് ഓർ ടോപ്പിക് വൈസ് ടെസ്റ്റ്. We even provide you FLTs. പരീക്ഷ എടുക്കാറാകുമ്പോൾ we will be giving you separate mocks as well. പക്ഷെ ഇത് രണ്ടും മാത്രം പോരാ ഒരു കുട്ടിക്ക് ക്ലിയർ ചെയ്യാൻ. ഒരു +2 പഠിക്കുന്ന കുട്ടി അതിന്റെ അക്കാഡമിക്സിന്റെ കൂടെ പോകുമ്പോൾ ആ കുട്ടി കറക്റ്റ് എല്ലാം ചെയ്യുന്നോ എന്നറിയാൻ വേണ്ടിയുള്ള ഒരു സാധനമാണ് സംതിങ് കോൾഡ് ആസ് ട്യൂട്ടർഷിപ്പ്, വിച്ച് ഈസ് എ യുണീക് കോൺസെപ്റ്റ് ഓഫ് ട്യൂട്ടോറിയം. അവിടെ എന്താ, ഒരു മെന്റർഷിപ്പ് കാണും നിങ്ങൾക്ക്. നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ യു വിൽ ബി അലോട്ടഡ് എ മെന്റർ ഫോർ യു. And that person will be tracking. Are you studying? Are you solving tests? Are you solving the quizzes, etc.? We will be also be having discussions. Especially we will be having workshops on a weekly basis. നമ്മൾ മാക്സിമം സോൾവ് ചെയ്യും. അപ്പം അത് ചെയ്യുന്നത് ആർ ടോപ്പേഴ്സ്. റീസെന്റ് ക്ലാറ്റ് ക്ലിയർ ചെയ്ത് ഇതുമായിട്ട് ടച്ച് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ വന്നിട്ടാണ് അവരുടെ ടെക്നിക്സ്. ഈച്ച് പേഴ്സൺ who comes to train you will be having a different way to solve. അതിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായത് കണ്ടുപിടിക്കാം. അവിടെയാണ് ആക്ച്വലി നിങ്ങളുടെ ക്രിട്ടിക്കൽ തിങ്കിങ്, സ്കിൽ ബിൽഡിങ്ങും കാര്യങ്ങളും നടക്കുന്നത്. സോ വി ഹാവ് വെരി ലെസ് ടൈം. ഇപ്പൊ നിങ്ങൾ +2 പോയിക്കൊണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഡു നോട്ട് വെയിറ്റ്. നൗ ഇസ് ദ ടൈം. ഇപ്പൊ നമ്മൾ പറയത്തില്ലേ, എന്താ, ഒരു മരം നടാൻ ഏറ്റവും നല്ല സമയം ഏതാന്ന് ചോദിച്ചാൽ എന്ത് പറയും, വർഷങ്ങൾക്ക് മുമ്പായിരുന്നു. When is the second best time? It is now. So if you have not started preparing for CLAT, if you want to get into a law school, join us soon. CLAT tutorial വിന്നിംഗ് ബാച്ചിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുക. ഡിസ്ക്രിപ്ഷനകത്ത് ഇൻ ഡീറ്റെയിൽ നമ്മളുടെ കാര്യങ്ങളും നമ്മുടെ കോഴ്സും കോണ്ടാക്റ്റും ഉണ്ട്. കോണ്ടാക്ട് us soon and let's make your dream happen. All the best.